السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം കണ്ണു മുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ടും ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അഥവാ അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുകയും പക്ഷെ അതിനു വേണ്ടി യാതൊരു ഒരുക്കവും നടത്താത്തവരുമായ മുസ്ലിമീങ്ങളും ഖിയാമത്ത് നാളിലെ ശിക്ഷ അനുഭവങ്ങൾ നാളെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ തങ്ങളെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്നുകൂടി ഇഹലോകത്തേക്ക് മടക്കിത്തന്നെങ്കിൽ ഞങ്ങൾ സത്യമാർഗവും സത്യവിശ്വാസവും സ്വീകരിച്ചു നന്നായിക്കൊള്ളാമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് കേണപേക്ഷിക്കും. പക്ഷേ അല്ലാഹു അതുകൊണ്ട് ഒരു ഫലവും അവർക്ക് നൽകാൻ പോകുന്നില്ല. അഥവാ അതൊന്നും അല്ലാഹുവിന് സ്വീകാര്യമല്ല. അതിന് ഇടവരുത്താതെ നാം ഓരോരുത്തരും നേരത്തെ തന്നെ ഈ കാര്യത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് അവരെ താക്കീത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആയത്തിലൂടെ കൽപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ കളവാക്കുന്നവർ, ഈ ലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ലെന്ന് തീർത്തു പറയും. അതെ, മരണപ്പെടുന്നവരെ അല്ലാഹു എഴുന്നേൽപ്പിക്കുകയില്ലെന്ന് അവർ തങ്ങളാൽ കഴിയുന്ന വിധം ശക്തിയായി സത്യം ചെയ്യും. ഈ അർത്ഥത്തിലുള്ള വാക്കുകളിൽ എല്ലാ കാലത്തെ നിഷേധികളും അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാറുള്ളതാണ്. ഇത്രയും ശക്തമായ ഭാഷയിൽ നിങ്ങൾ നിഷേധിച്ചു വന്നിരുന്ന, കളവാക്കിക്കൊണ്ടിരുന്ന ആ ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? നിങ്ങളും നിങ്ങളുടെ ആ സത്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉറപ്പും എവിടെ പോയി എന്നൊക്കെയുള്ള പരിഹാസമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ സത്യനിഷേധികളെയും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിക്കുന്നതായ നമ്മുടെ ആൾക്കാരെയും ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സദാ ഓർമ്മിച്ച് അവനിഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നന്നാക്കി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.